ഏവർക്കും പ്രണാമം. നമുക്ക് കലിയുഗ വർണ്ണനയിലേക്ക് തന്നെ മടങ്ങാം. ശ്രീശുകൻ പറഞ്ഞു, രാജ്യമോഹികളായി അന്യോന്യം വെട്ടിമരിക്കുന്ന രാജാധമന്മാരെ പരിഹസിച്ചുകൊണ്ട് ഭൂമിദേവി പറയുകയാണ്, ഈ രാജാക്കന്മാർ എന്നെ സ്വാധീനമാക്കാൻ എന്ത് പാടുപെടുന്നു. അന്ധകന്റെ കയ്യിലെ വെറും കളിപ്പാവകളായ അവർക്ക് മാംസപിണ്ഡമായ ദേഹത്തിൽ വളരെ വിശ്വാസമാണ്. അതുപോലെ വിശ്വസിച്ചിരുന്ന പൂർവികന്മാരെല്ലാം മരിച്ചു പോയതറിഞ്ഞിട്ടും കണ്ടിട്ടും അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. അവരുടെ ആഗ്രഹങ്ങളെല്ലാം ജലരേഖ പോലെ നിഷ്ഫലമായേ വരികയുള്ളൂ. ശത്രുക്കളെയെല്ലാം ജയിച്ച് സമുദ്ര പര്യന്തമുള്ള ഭൂമി മുഴുവൻ കൈക്കലാക്കാം എന്നാണ് അവരുടെ ആകാശക്കോട്ട. പാവങ്ങൾ, അന്തകൻ അത്യന്തം സമീപം തയ്യാറായി നിൽക്കുന്നത് അവരറിയുന്നില്ല. അന്തകന്റെ സങ്കല്പം നടക്കും, അവരുടെ സങ്കല്പം നടക്കുകയില്ല. അഥവാ ഭൂമി മുഴുവൻ ലഭിച്ചാലും ഇവർ തൃപ്തിപ്പെടുമെന്നാണോ? ഇനിയും സമുദ്രത്തിൽ വല്ല ദ്വീപുകളുമുണ്ടോ എന്നന്വേഷിക്കുകയായി. ഇത്രത്തോളം അധ്വാനിച്ച് കിട്ടിയാൽ തന്നെ എന്തു ഫലം? ഈ പ്രയത്നങ്ങളെല്ലാം തൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ദുരാഗ്രഹങ്ങളെ സൃഷ്ടിച്ചു വിടുന്ന മനസ്സിനെ ജയിക്കാൻ ആയിരുന്നുവെങ്കിൽ സംസാരത്തിൽ നിന്നും എന്നേക്കുമായി കരകയറാമായിരുന്നു. ഇവരേക്കാൾ എത്രയോ അധികം പ്രതാപശാലികളായിരുന്ന മനുക്കളും മനുപുത്രന്മാരും മറ്റും വന്നതുപോലെ പോകേണ്ടി വന്നു. ഈ അല്പബുദ്ധികൾ എന്നെ വശത്താക്കാൻ ശ്രമിച്ചാൽ ഫലിക്കുമോ? ഈ ഭൂമി കുതിയന്മാർ പിതാവ്, പുത്രൻ, ഭ്രാതാവ് ഇത്യാദി ബന്ധങ്ങൾ മറന്ന് എന്നെ മോഹിച്ച് പടവെട്ടി മരിക്കുന്നു. പൃഥു, പുരൂരവസ്, ഭരതൻ, കാർത്തവീര്യാർജുനൻ, മാന്ധാത മുതലായ എത്രയോ അജയ്യരായ പരാക്രമശാലികളും മഹാമേധാവികളുമായ അഖണ്ഡമണ്ഡലാധിപതികൾക്കെല്ലാം അകൃതാർത്ഥരായി തന്നെ മരിക്കേണ്ടി വന്നു. ഇപ്രകാരം ഭൂമിദേവി വിലപിക്കുന്നു. ആ രാജാക്കന്മാരുടെ കഥകൾ ആസന്ന മൃത്യുവായ അങ്ങയെ കേൾപ്പിച്ചതെന്തിനെന്നാൽ വിഷയങ്ങൾ ദുഃഖപ്രദമാണെന്നും അവയിൽ ആവശ്യം വൈരാഗ്യം വരേണ്ടതാണെന്നും ബോധിപ്പിക്കാൻ മാത്രമായിരുന്നു. അതല്ലാതെ ഈ കഥകൾ പറയാനും കേൾക്കാനും കൊള്ളുന്നവയല്ല. അമംഗലങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഉത്തമ ശ്ലോകനിൽ നിർമ്മല പ്രേമഭക്തിയാണ് മനുഷ്യജന്മത്തിൻ്റെ ഉത്തമ ലക്ഷ്യം. അതിനാൽ സത്തുക്കൾ ശ്രീകൃഷ്ണന്റെ കല്യാണ ഗുണങ്ങളെയും അത്ഭുത ലീലകളെയും നിരന്തരം ഗാനം ചെയ്ത് ജന്മം സഫലമാക്കുന്നു. വിവേകി അവരെ അനുകരിക്കണം. ഭയങ്കരമായ കലിദോഷങ്ങളെ എങ്ങനെ നശിപ്പിക്കാമെന്ന് പരീക്ഷിത്ത് ചോദിച്ചതിന് ശ്രീശുകൻ പറഞ്ഞു, കൃതയുഗത്തിൽ ധർമ്മത്തിൻ്റെ 4 പാദങ്ങളായ സത്യവും ദയയും തപസ്സും ദാനവും പൂർണ്ണമായിരിക്കും. ജനങ്ങൾ പ്രായേണ സംതൃപ്തി, കരുണ, മൈത്രി, ശാന്തി, ധാന്തി, തിദിക്ഷ, സമദർശനം എന്നിവയോടുകൂടി ആത്മാരാമന്മാരും ഭഗവത ഭജന തൽപരന്മാരുമായിരിക്കും. ത്രേതായുഗത്തിൽ ധർമ്മപാദങ്ങളുടെ 4ൽ ഒരംശം കുറയും. ആ സ്ഥാനത്ത് അധർമ്മപാദങ്ങളായ അസത്യം, ഹിംസ, അസംതൃപ്തി, കലഹം എന്നിവ അല്പാൽപം വന്നുകൂടും. ജനങ്ങൾ പ്രായേണ യജ്ഞകർമ്മ തൽപരരും അധികം ഹിംസയോ വിഷയാസക്തിയോ ഇല്ലാത്തവരും ധർമാർത്ഥകാമങ്ങളിൽ ശ്രദ്ധാലുക്കളും ആയിരിക്കും. ദ്വാപരയുഗത്തിൽ ധർമ്മപാദങ്ങൾ പകുതിയാകും. ബാക്കി അധർമ്മപാദങ്ങളും ജനങ്ങൾ കീർത്തിക്കായി യാഗങ്ങൾ നടത്തുകയും വേദാധ്യായനം ചെയ്യുകയും കുടുംബക്ഷേമ തൽപരരുമായിരിക്കും. കലിയുഗത്തിൽ ധർമ്മപാദങ്ങൾ മുക്കാലും നശിക്കും. ഒടുവിൽ അശേഷം ഇല്ലാതെയാകും. ജനങ്ങൾ ലുബ്ധരും ദുരാചാരികളും ക്രൂരരും നിസാര കാര്യങ്ങൾക്കായി വൈരമുള്ളവരും ദുർഭകരും അത്യാഗ്രഹികളുമായിരിക്കും. ശൂദ്രർക്കും മുക്കുവന്മാരുമായിരിക്കും പ്രാമാണ്യം. കലിദോഷങ്ങളെ കുറെ കൂടി വിസ്താരമായി പറയാം. അതറിഞ്ഞാൽ വിവേകികൾ അവയെ ഒഴിവാക്കാൻ ശ്രമിക്കുമല്ലോ. കലിയിൽ ചോരന്മാർ ജനപ്രമാണികളാകും. പാഖണ്ഡന്മാർ വേദത്തെ ദുഷിച്ച് പ്രചരണം നടത്തും. ഭരണാധിപന്മാർ ജനദ്രോഹികൾ ആയിരിക്കും. ബ്രാഹ്മണർ ഭക്ഷണപ്രിയരും വിഷയലോലുപരുമായിരിക്കും. ബ്രഹ്മചാരികൾക്ക് ശൗചമോ വ്രതമോ ഉണ്ടായിരിക്കുകയില്ല. ഭിക്ഷ കൊടുക്കേണ്ട ഗൃഹസ്ഥന്മാർ ഭിക്ഷ യാചിച്ച് നടക്കും. വാനപ്രസ്ഥർ ഗ്രാമവാസികളാകും. സന്യാസിമാർ ധനലോലുപരായിരിക്കും. സ്ത്രീകൾ അധികം ഭക്ഷിക്കുന്നവരും അധികം സന്താനങ്ങളെ പ്രസവിക്കുന്നവരും ലജ്ജയില്ലാത്തവരും കടുപ്പമായി സംസാരിക്കുന്നവരും കളവ്, വഞ്ചന, അതിസാഹസം എന്നീ സ്വഭാവങ്ങൾ ഉള്ളവരുമായിരിക്കും. വ്യാപാരികൾ വഞ്ചകരായിരിക്കും. ജനങ്ങൾ ഒരാവശ്യവും കൂടാതെ നിന്ദ്യകർമ്മങ്ങളെ ചെയ്തുകൊണ്ടിരിക്കും. നിർധനനായ
യജമാനനെ ഭൃത്യൻ കൈവെടിയും. വിശ്വസ്തനായ ഭൃത്യനാണെങ്കിലും ആപത്തിൽ അകപ്പെട്ടാൽ യജമാനൻ ഉപേക്ഷിക്കും. കറവ മാറിയ പശുക്കളെ സംരക്ഷിക്കാതെ ഉപേക്ഷിക്കും. മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് ഭാഷയുടെ ബന്ധുക്കളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കും. പുരുഷന്മാർ സ്ത്രീ വശരായിരിക്കും. ശൂദ്രർ തപസ്വിവേഷം കെട്ടി പ്രതിഗ്രഹം വാങ്ങി ഉപജീവിക്കും. അധർമ്മികൾ ഉത്ഥമാനത്തിൽ കയറിയിരുന്ന് ധർമ്മപ്രസംഗം ചെയ്യും. ജനങ്ങൾ എപ്പോഴും എന്തെങ്കിലും ശോകഭയങ്ങളിലോ അനാവൃഷ്ടിയിലോ ക്ഷാമത്തിലോ ദുഃഖിച്ചുകൊണ്ടിരിക്കും. നല്ല വസ്ത്രമോ ഭക്ഷണമോ സുഖമോ അലങ്കാരമോ സ്നാനമോ കൂടാതെ ജനങ്ങൾ പിശാചുക്കളെ പോലെ അലഞ്ഞുതിരിയും. അധികാരികൾ മേൽക്കുമേൽ നികുതി ചുമത്തി ഞെക്കിക്കൊല്ലും. അല്പധനത്തിന്റെ പേരിൽ പ്രാണൻ കളയും. സ്വജനങ്ങളെ പോലും ഹനിക്കും. ആഹാരമൈഥുനങ്ങളെ മാത്രം വിലപ്പെട്ടതായി കരുതി മനുഷ്യൻ ധനികരാണെങ്കിലും കൂടി വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കാതെ വഴിയാധാരമാക്കും. ലോകഗുരുവും ലോകേശ്വര വന്ദിതപാദനും അച്യുതനുമായ ശ്രീ ഭഗവാനെ കലിയിൽ പാഖണ്ഡന്മാരാൽ ബുദ്ധി ഭേദിക്കപ്പെട്ട ജനങ്ങൾ പൂജിക്കുകയില്ല. ആസന്ന മരണനോ മറ്റു വിധത്തിൽ അവശനോ ആയിരുന്നാലും ശ്രീ ഭഗവാന്റെ പാവന തിരുനാമം ഒരു പ്രാവശ്യം ഉച്ചരിച്ചാൽ ആ ദീനബന്ധു ഏത് മഹാപാപിയെയും കർമ്മബന്ധത്തിൽ നിന്ന് മോചിപ്പിച്ച് അവന് ഉത്തമഗതി നൽകുന്നു. പക്ഷേ ജനങ്ങൾ അത് ചെയ്യുകയില്ല. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.